ജിഹുക്ക് അവളെ വീട്ടിലായിട്ട് കൊണ്ടേ ആക്കുകയാണ്. അവളും പേഴ്സും ഫോണും എല്ലാം തന്നെ കമ്പനിയിൽ വെച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ച് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ജിഹുക്കും കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവൾക്ക് നൽകുന്നു. വീട്ടിലെത്തുന്ന അവളും പല പല സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന എക്സ്പയറി ഡേറ്റ് പോലും 2013-ലേതായിരുന്നു. ജിഹുക്കും അവൾക്ക് കഴിക്കുവാനായിട്ട് കുറച്ചുകൂടി ഫുഡൊക്കെ മേടിച്ച് വെളിയിൽ വെച്ചിട്ട് പോകുന്നു. ഇപ്പോൾ അവരുടെ കമ്പനിയിലെ ജനറൽ മാനേജറാണ് ജിഹുക്ക്. പക്ഷെ യുവാൻ കെ എന്ന കമ്പനിയൊക്കെ ശരിക്കും ജിഹുക്കിന്റെ മുത്തശ്ശനായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ 2021 അവനെ ആ കമ്പനിയുടെ തന്നെ സിഇഒ ആക്കി മാറ്റുന്നതാണ്. ജിവോണും ജിഹുക്ക് നൽകിയിട്ടുണ്ടായിരുന്ന പണമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിലാകട്ടെ ഒരു നോട്ടിൽ മാത്രം ലവ് സിമ്പൽ ഒക്കെ ഉള്ളത് അവൾ ശ്രദ്ധിക്കുന്നു. പണ്ട് അവളുടെ അച്ഛനും ഇതുപോലെ പണത്തിന് മുകളിലായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ അവൾ ഓർക്കുകയാണ്. അവൾക്ക് ആ പണം നൽകിയിട്ടുണ്ടായിരുന്നത് ടാക്സി ഡ്രൈവർ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് വെറും ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നില്ല, മറിച്ച് തന്റെ അച്ഛൻ തന്നെ ആയിരുന്നു എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അച്ഛനാണ് ഇപ്പോൾ അവൾക്ക് മറ്റൊരു അവസരം നൽകിയിരിക്കുന്നതെന്ന കാര്യം അവൾ അറിയുന്നു. അന്ന് രാത്രി അവളെ കാണുവാനായിട്ട് മിൻഹ്വാൻ എത്തുകയാണ്. അവളും മിൻഹ്വാന്റെ ഒപ്പം വെളിയിൽ ഫുഡ് കഴിക്കുവാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവൾക്ക് സുമിന്റെ കുറെ അധികം മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവളും റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നു. അവൾ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തത് കൊണ്ട് തന്നെ മിൻഹ്വാനും അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിനക്കല്ലെങ്കിലും ഹൗസ് വൈഫ് ആയിട്ട് വീട്ടിലിരിക്കുവാനായിട്ട് ആഗ്രഹമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ജോലിയിൽ ഒരിക്കലും ഒരു കയറ്റം പോലും ഉണ്ടാക്കുകയില്ല. പിന്നെ എനിക്കും കുട്ടികളെ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അബോർഷൻ ചെയ്യുവാനായിട്ടുള്ള പകുതി തുകയൊക്കെ ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടാണ് മിൻഹോനും ഇരിക്കുന്നത്. അപ്പോഴായിരുന്നു പണ്ട് അവന്റെ അമ്മ അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവളെ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവളും ഓർത്തു നോക്കുന്നത്. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല, എന്തായാലും നമുക്ക് ബ്രേക്കപ്പ് ആയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് ഇറങ്ങിപ്പോക്കുകയാണ്. പക്ഷെ അവൾ വിചാരിച്ചിട്ട് ഒന്നും തന്നെ കാര്യങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല. അവനും അവളുടെ പിറകെ വന്നിട്ട് അവൾ ഉപദ്രവിക്കുകയാണ്. ബ്രേക്കപ്പ് ആക്കുവാനുള്ള കാരണം എന്താണെന്നൊക്കെ അവനും തിരിതിരെ ചോദിക്കുന്നുണ്ട്. അവളാകട്ടെ ആകെ പേടിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ ആ ഒരു വഴക്കൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുകയാണ്. പോലീസും ലവേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിലൊന്നും ഇടപെടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അവൾ വളരെയധികം സീരിയസ് ആയിട്ടിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവനാകട്ടെ ഇതൊക്കെ വെറും തമാശയായിട്ടൊക്കെ ആയിരുന്നു പോലീസിന്റെ അടുത്ത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആകുമ്പോഴത്തേക്കും പോലീസ് തന്നെ അവളെ തിരിച്ച് വീട്ടിലേക്കും കൊണ്ടേ അയക്കുന്നു. നാട് വിട്ട് പോകാമെന്നൊരു പ്ലാനിലേക്ക് അവൾ എത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തന്നെ അവളുടെ പല കാർഡ്സും യൂസ് ചെയ്യുന്നത് അവനാണ്. അതൊക്കെ വെച്ചിട്ട് പല ലോൺസും അവൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല കയ്യിലുള്ള പണം വെച്ചിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുവാനായിട്ട് അവൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ അവൾക്ക് അവന്റെ കുറച്ച് മെസ്സേജസ് ഒക്കെ വരികയാണ്. അവനും സ്റ്റോക്സിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം നടത്താമെന്നും ആയിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും റോയ് ജനറലിൽ പണമൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുകയാണ്. പിന്നീട് അവളും ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇതുവരെയായിട്ടും അവൾക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഹെൽത്ത് ഒക്കെ നോക്കുവാനായിട്ട് അവൾ തീരുമാനിക്കുന്നു. ലൈബ്രറിയിൽ പോയി ഒരു ബുക്കൊക്കെ അവൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ചീഹുക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ കാണുമ്പോഴത്തേക്കും അവൾ ജോലിയൊക്കെ നിർത്തുവാനായിട്ട് തീരുമാനിച്ച വിവരം അവനും മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ കയ്യിലുണ്ടായിരുന്ന പൊള്ളലിന്റെ പാടൊക്കെ കാണുന്ന അവളും അവനോട് സോറിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ പൊള്ളലിന് പകരമായിട്ട് അവന് ഫുഡ് മേടിച്ചു തന്നാൽ മതിയെന്നായിരുന്നു അവനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് കടയിൽ ഫുഡ് കഴിക്കുവാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവനും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ കണ്ണാടിയൊക്കെ ഊരിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും കണ്ണാടി ഇല്ലാത്ത അവൻ്റെ മുഖമായിരുന്നു കാണുന്നത്. ഇത്രയും നല്ലതാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല എന്നൊക്കെ അവൾ മറുപടി പറയുമ്പോഴത്തേക്കുമാണ് അവനും അവൾ ഫുഡ് കഴിക്കുവാൻ തുടങ്ങിയില്ല എന്ന കാര്യമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ അവളും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ചൂട് കാരണം ചുണ്ടൊക്കെ പൊള്ളുന്നുണ്ട്. അവളും എല്ലാത്തിനും നന്ദിയൊക്കെ പറയുമ്പോഴത്തേക്കും അവനാകട്ടെ നീ ജോലിയൊക്കെ നിർത്തി വിവാഹം കഴിക്കുവാനായിട്ട് പോകുകയാണോ എന്ന് അവളോടും ചോദിക്കുന്നു. വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചും ജോലി നിർത്തുന്നതിനെക്കുറിച്ചും ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല, ഒന്നും കൂടി അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ടെന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞതും. ജീവണിന് സൂമിൻ്റെ ഒരുപാട് കോൾസൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവൾ ഫോണൊന്നും എടുക്കാതെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ സൂമിനും എനിക്ക് ആകെയുള്ളൊരു ഫ്രണ്ട് നീ മാത്രമാണ്, നിനക്ക് എന്താണ് സംഭവിച്ചത്, നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ അവളുടെ ഒരു ഫോട്ടോ ഒക്കെ നോക്കി ചോദിക്കുന്നു. ജീവൺ ചിഹുക്കിൻ്റെ കൈയൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും പണ്ട് ജീവൻ്റെ കൈ എങ്ങനെയായിരുന്നു പൊള്ളിയിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലാണ് ചിഹുക്കിൻ്റെ കയ്യിലുള്ള പൊള്ളലിൻ്റെ പാടൊക്കെ ഉള്ളത്. അവളും അത് നോക്കി അതിശയിച്ചു നിൽക്കുന്നു. പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നീ വളരെയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയുള്ള നീ വിവാഹമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുന്നത് ഒരിക്കലും ശരിയല്ല, ജോലി നിർത്താതിരിക്കുവാനായിട്ട് നീ ശ്രമിക്കണമെന്നൊക്കെ ജീവനോട് ചിഹുക്ക് പറയുന്നു.
പിന്നീട് ജിഹുക്ക് എന്തോ പറയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവളും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അവളും അവനെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. പണ്ടാകട്ടെ അവനോട് അങ്ങനെ സംസാരിച്ചിട്ട് കൂടിയില്ല, അതുകൊണ്ട് തന്നെ അവനൊരു ദുഷ്ടനായിരിക്കുമെന്നൊക്കെ ആയിരുന്നു അവളും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അവന് വളരെ പാവമായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയതും. അവളും എല്ലാ കാര്യങ്ങളും മറന്നിട്ട് ജോലിയിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. മീൻഹ്വാൻ ജിവോണിന് ഒരുപാട് മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിലും അവൾ അതിനൊന്നും തന്നെ റിപ്ലൈ കൊടുക്കാതെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ലിഫ്റ്റിന്റെ അടുത്ത് വെച്ച് മിൻഹ്വാനെ കാണുമ്പോഴത്തേക്കും അവളും ലിഫ്റ്റ് വഴി പോകാതെ നടവഴിയൊക്കെ കയറിപ്പോകുന്നു. ഓഫീസിൽ എത്തിയതിനു ശേഷവും മിൻഹ്വാൻ അവളോട് സംസാരിക്കുവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവളും മുഖമൊക്കെ പൊത്തിയിട്ടാണ് ഇരിക്കുന്നത്. അവളും റോയ് ജെന്റലിൽ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം കൂടി കൊടുത്തിട്ട് ഒരു സ്റ്റോക്കൊക്കെ മേടിക്കുകയാണ്. സൂമിൻ അവളോട് സംസാരിക്കുവാനായിട്ടൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവളും സൂമിനോടൊരു കാര്യമൊക്കെ പറയുകയാണ്. ജീവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസറൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ത്രീ ആകട്ടെ അവളുടെ ഹസ്ബൻഡും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ബെഡിൽ കിടക്കുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിനക്ക് എന്താണ് പറയുവാനുള്ളതെന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ആ ഹസ്ബൻഡിനേക്കാളും ദുഷ്ടാന്ന് പറയുന്നത് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് എന്ന മറുപടി ആയിരുന്നു സുമിൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സ്ത്രീ എന്തായാലും മരിക്കുവാനായിട്ട് പോകുകയാണല്ലോ, അതുകൊണ്ടായിരിക്കും ഫ്രണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുക എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം തന്നെ നിന്റേതാകുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സൂമിനും അവളുടെ മടിയിലായിട്ടൊക്കെ കിടക്കുന്നു. ഇനി സീനിയറും ജീവനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ജീവനും സൂമിനിട്ട് ഒരു തള്ളൊക്കെ തള്ളിയിട്ട് സീനിയറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി ജീവനാകട്ടെ ജീവന്റെ സീനിയറിന് ഒരു പ്രൊജക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രൊജക്റ്റ് അയാൾ നോക്കിയതിന് ശേഷം അതൊന്നിനും കൊള്ളത്തില്ലാത്ത പ്രൊജക്റ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ജീവനെ കളിയാക്കുകയാണ്. പക്ഷേ അവൾ ടൈം സ്ലിപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു പ്രൊജക്റ്റൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി എടുത്തോട്ടെ എന്നൊക്കെ സൂമിനും അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളും അപ്പോൾ തന്നെ ആ പ്രൊജക്റ്റ് സൂമിന് നൽകി. പക്ഷേ സൂമിൻ അതിൽ ഒരു മാറ്റം വരുത്താതെ സെയിം പ്രൊജക്റ്റൊക്കെ സീനിയറിനെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സീനിയർ അവൾക്ക് പ്രൊമോഷൻ നൽകുകയും അവളെ ടെമ്പററി ജോലിക്കാരിയിൽ നിന്നും പെർമനൻ്റ് ആയിട്ടുള്ള ജോലിക്കാരിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും മാനമായിട്ടൊക്കെ ആയിരുന്നു അയാളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ ഒരുപാട് ദേഷ്യപ്പെട്ടായിരുന്നു അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. ഇനി മറ്റൊരു എംപ്ലോയി ആയിട്ടുള്ള ജൂറാനെ കാണിക്കുകയാണ്. ജൂറാനാകട്ടെ ഒരു മാനേജർ ആക്കുവാനായിട്ട് കഴിവുള്ള വ്യക്തിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള സീനിയർ അവളുടെ പ്രൊമോഷൻ പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ജീവോണിനും ജൂറാനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ജൂറാനെ പെട്ടെന്ന് മറ്റൊരു സ്റ്റാഫ് വന്ന് വിളിച്ചോണ്ട് പോകുന്നു. അവളും ആ ഒരു കോഫി ഒന്നും ശരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴായിരുന്നു ഇതിനു മുമ്പ് കോഫി താഴെ പോകുവാനായിട്ട് തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിലൊക്കെ തട്ടിയിട്ട് അവളുടെ കാല് മുറിഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അവൾ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഫി ഇത്തവണ നിലത്തൊന്നും പോകാതെ ബോക്സിലൊന്നും കാല് തട്ടാതെ അവളും കൃത്യമായി തന്നെ അതൊക്കെ പിടിച്ചു നിർത്തുന്നു. ഇനി അവിടെ നിന്നും പോരുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും മിൻഹ്വാനും അവളുടെ പിറകെ നടന്ന് അവളോട് സംസാരിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. പക്ഷേ ജീവൻ അതൊന്നും തന്നെ കേൾക്കുവാൻ കൂട്ടാക്കാതെ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവളുടെ കാലൊന്ന് ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. എങ്കിൽ പോലും ജീഹുക്ക് വന്ന് അവളെ രക്ഷിക്കുകയാണ്. നേരത്തെ അവളുടെ കാലിന്റെ ഏത് ഭാഗത്തായിരുന്നു മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതേ സ്ഥലത്തൊക്കെ ആയിട്ടായിരുന്നു ഇത്തവണയും ഇടിക്കുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ ആയിരുന്നു അവൾക്ക് ഫീൽ ചെയ്യുന്നതും. അതെല്ലാം തന്റെ തോന്നൽ മാത്രമായിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ജീവനും അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മിൻഹ്വാനും അവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊന്ന് സ്പീഡിൽ ഓടുമ്പോഴത്തേക്കും അവളും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പോട്ടുമായിട്ട് വന്നപ്പോഴത്തേക്കും അതിൽ തട്ടി വീഴുകയാണ്. നേരത്തെ എവിടെയായിരുന്നു അവൾക്ക് മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതേ സ്ഥലത്താണ് ഇപ്പോഴും അവൾക്ക് മുറിവുള്ളത്. നേരത്തെ അവൾ അതിനെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലായിട്ട് അവൾക്ക് മുറിവ് സംഭവിക്കുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ ഒരു പക്ഷേ നേരത്തെ മരിച്ചതുപോലെ തന്നെ ഇത്തവണയും മരിക്കുമോ എന്ന സംശയമായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ആകട്ടെ അവളുടെ കയ്യിലൊരു പൊള്ളലൊക്കെ ഏറ്റതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ കയ്യിൽ ആ ഒരു പൊള്ളലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്തോ ഒരു കാര്യം മിസ്സായിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാകുന്നു. മിൻഹ്വാൻ ഇപ്പോൾ റോയ് ജെന്റലിൽ ഉണ്ടായിരുന്ന ഷെയർസ് എല്ലാം തന്നെ വിറ്റിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോസൊക്കെ അവൾക്ക് അയച്ചും കൊടുക്കുന്നു. അവൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന പണം TKU ടെക്നോളജിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്നും ഒരുപാട് തുകയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുവഴി നമുക്ക് നമ്മുടെ വിവാഹം നടത്താമെന്നൊക്കെ അവനും പറയുകയാണ്. അപ്പോഴാണ് അവളും ഒരു കാര്യമൊക്കെ ഓർക്കുന്നത്. അവൾക്ക് സ്റ്റോക്സിനെ കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ലെങ്കിൽ പോലും റോയ് ജെന്റലിൽ ഉണ്ടായിരുന്ന അവൻ്റെ സ്റ്റോക്സൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ഇപ്പോൾ മറ്റൊരിടത്താണല്ലോ അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കമ്പനി ഒരു ഫ്രോഡ് കമ്പനിയാണ്. നേരത്തെ ഇതുപോലെ മിൻഹ്വാൻ സ്റ്റോക്സ് ഒന്നും വിറ്റിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാകട്ടെ അവൻ വിൽക്കുകയും അവൾ മേടിക്കുകയും ചെയ്തു. ഇനി അവളും ചിഹുക്കിനെ കാണുമ്പോഴത്തേക്കുമാണ് നേരത്തെ അവൾക്കുണ്ടായിരുന്ന മുറിവാണ് ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഉള്ളതെന്ന കാര്യമൊക്കെ ഓർക്കുന്നത്. അങ്ങനെ അവളും ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അതായത് നടക്കേണ്ട കാര്യം എന്തായാലും നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ആർക്ക് നടന്നാലും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മറ്റാർക്കും സംഭവിച്ചില്ലെങ്കിൽ മാത്രമാണ് അവൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുക. എന്തായാലും അവളോട് സുമൻ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വേസ്റ്റൊക്കെ കളയുവാനായിട്ടുണ്ട്, നീ അത് കളയാമോ എന്നൊക്കെ സുമൻ്റെ അടുത്ത് ജീവൻ ചോദിക്കുകയാണ്.
സോമിനും അത് കളയാമെന്നൊക്കെ സമ്മതിച്ചതിന് ശേഷം പിന്നീട് അതിന് പകരമായിട്ട് വീക്കെൻഡിൽ റെസ്റ്റോറൻറ്റ് വരെ പോകാമെന്നൊക്കെ പറയുകയാണ്. പിന്നീട് മിൻഹ്വാനും സോമിനും ഒന്നിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ വേസ്റ്റ് ഞാൻ നിനക്ക് നൽകുകയാണ്, നീ തന്നെ അത് എടുത്തോ എന്നൊക്കെ ജീവനും പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.